അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 11 ചൊവ്വാഴ്ച. നിയമം ലംഘിച്ചുള്ള സമരത്തിലേക്ക് ആശാപ്രവർത്തകർ കടക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഒരു മാസം തികയുന്ന ആശാപ്രവർത്തകരുടെ സമരത്തോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കെ മാർച്ച് 17 സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിനാണ് ശ്രമം. ഇതിനായി സമരത്തെ അനുകൂലിക്കുന്ന വിവിധ സംഘടനകളുടെ പിന്തുണയും സമരക്കാർ തേടിയിട്ടുണ്ട്. അതേസമയം തങ്ങളെ അധിക്ഷേപിച്ച CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിനെതിരെ സമരക്കാർ അപകീർത്തി നോട്ടീസ് അയച്ചു. CPM സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിന് പിന്നാലെ പൊട്ടിത്തെറിച്ച് പരസ്യ പ്രതികരണം നടത്തിയ A. പത്മകുമാറിനെ BJP ജില്ലാ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയും വീട്ടിലെത്തി കണ്ടു. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നേതാക്കൾ വീട്ടിലെത്തിയത്. CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം വീട്ടിലെത്തി ചർച്ച നടത്തിയിട്ടും പാർട്ടി തീരുമാനം തെറ്റെന്നും തനിക്കെതിരെ നടപടി വന്നോട്ടെ എന്നുമുള്ള നിലപാടിലാണ് പത്മകുമാർ. വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയിട്ടും തന്നെ തഴഞ്ഞതാണ് പത്മകുമാറിനെ ചൊടിപ്പിച്ചത്. SDPIയിൽ ചേർന്നാലും BJPയിൽ ചേരില്ലെന്ന് പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാർ. BJP ജില്ലാ പ്രസിഡന്റും മറ്റൊരാളും താൻ ഇല്ലാത്ത സമയത്താണ് വീട്ടിൽ വന്നതെന്നും അനുവാദം വാങ്ങാതെയാണ് വീട്ടിലെത്തിയതെന്നും പത്മകുമാർ വ്യക്തമാക്കി. താൻ ഒരിക്കലും BJPയിലേക്കില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് VS സൂരജിനെ പരസ്യമായി അറിയിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലവ് ജിഹാദ് പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിനെതിരെ തൊടുപുഴയിൽ പരാതി. യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദാണ് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയത്. കേരളത്തിൽ ഒരു കേസ് പോലും ലവ് ജിഹാദിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും PC ജോർജ് നടത്തുന്നത് കള്ളപ്രചരണമാണെന്നും പരാതിയിൽ പറയുന്നു. ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് യോഗക്ഷേമ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റി. തന്ത്രി സമൂഹത്തെയും ക്ഷേത്രത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം അപലപനീയമാണെന്നും ഇങ്ങനെ ജാതി വിവേചനമായി ചിത്രീകരിക്കുന്നത് ദൌർഭാഗ്യകരമാണെന്നും കൂടൽമാണിക്യ ക്ഷേത്രത്തെയും അവിടുത്തെ ആചാരങ്ങളെയും മനസ്സിലാക്കാതെയുള്ള പ്രവൃത്തികളാണിതെന്നും യോഗക്ഷേമ സഭ ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി ജാതി വിവേചനത്തിന് ഇരയായ ബാലു. ഇനി കഴകം ജോലിക്ക് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കില്ലെന്നും ദേവസ്വം പുനഃക്രമീകരിച്ച ഓഫീസ് ജോലിക്കാണെങ്കിൽ വരാമെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കേരള എക്സൈസ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിൽ ആദ്യ 5 ദിവസം കൊണ്ട് 360 NDPS കേസുകളിലായി 368 പേരെ അറസ്റ്റ് ചെയ്തു. മന്ത്രി MB രാജേഷാണ് ഇക്കാര്യം അറിയിച്ചത്. വിവിധ കേസുകളിലായി 378 പേരെ പ്രതി ചേർത്തു. മയക്കുമരുന്നിനെതിരെ കൂടുതൽ നടപടികളുമായി എക്സൈസ് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതാൻ അനുവദിച്ചതിനെതിരായ ഹർജി ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. ഷഹബാസിന്റെ പിതാവാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇരയ്ക്കും അവകാശങ്ങളുണ്ടെന്നാണ് ഷഹബാസിന്റെ പിതാവ് കോടതിയിൽ വാദിച്ചത്. ചെറിയ കുറ്റകൃത്യങ്ങളിൽ പോലും പ്രതികളായവരെ ഡീബാർ ചെയ്യാറുണ്ടെന്നും ഷഹബാസിന്റെ പിതാവ് ഹൈക്കോടതിയിൽ വാദിച്ചു. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ 2024-25 വർഷത്തെ യൂത്ത് ഐക്കൺ അവാർഡുകൾ പ്രഖ്യാപിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച യുവജനങ്ങൾക്കാണ് കമ്മീഷൻ അവാർഡ് നൽകുന്നത്. മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയയായ അഭിനേത്രി നിഖില വിമൽ അവാർഡിന് അർഹയായി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഓൾറൌണ്ടർ സജന സജീവനാണ് കായിക രംഗത്ത് നിന്നും അവാർഡിന് അർഹയായത്.
തന്റെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെ വേണമെന്നത് സംബന്ധിച്ച് അന്തരിച്ച CPM മുതിർന്ന നേതാവ് MM ലോറൻസ് പറയുന്ന വീഡിയോ ഉണ്ടെന്ന അവകാശവാദവുമായി പെൺമക്കൾ. സ്വർഗത്തിൽ പോകണമെന്നും യേശുവിനെ കാണണമെന്നും മകൾ പറയുന്നിടത്ത് അടക്കണമെന്നും വീഡിയോയിൽ MM ലോറൻസ് പറയുന്നുണ്ടെന്നാണ് മക്കളുടെ അവകാശവാദം. മുഖമില്ലാതെ ശബ്ദം മാത്രമുള്ള വീഡിയോ ആണ് പെൺമക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്നലെ കൊടിയേറി. ഇതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കം കുറിച്ചു. ഈ മാസം 19-നാണ് ആറാട്ട്. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ ജേതാവായി ഗുരുവായൂർ ബാലു. മഞ്ചുളാൽ പരിസരത്ത് നിന്നും ഓട്ടം തുടങ്ങി ക്ഷേത്രനടയിൽ ആദ്യം ഓടിയെത്തുന്ന ആനയാണ് വിജയിക്കുന്നത്. വിജയിച്ച ഗുരുവായൂർ ബാലുവിനെ നിറവറ വെച്ച് പാരമ്പര്യ അവകാശികൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് വരവേറ്റു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചെന്താമരാക്ഷനാണ് 2ാം സ്ഥാനത്ത് എത്തിയത്. സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിൽ ഇനി നേതൃതലത്തിൽ തർക്കമൊന്നും ഉണ്ടാകില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉറപ്പു നൽകിയെന്ന് മാണി സി കാപ്പൻ. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുന്നണി വിപുലീകരണം ചർച്ചയായില്ലെന്നും എന്നാൽ കേരള UDF-ലേക്ക് കോൺഗ്രസ് എം തിരികെ വരുന്നതിൽ പ്രശ്നമില്ലെന്നും പറഞ്ഞ അദ്ദേഹം പാലാ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്നും വ്യക്തമാക്കി. തൊഴിലാളികളെ മറന്ന ഇടത് സർക്കാർ ബ്രൂവറി കമ്പനികൾക്കും വ്യവസായ നിക്ഷേപ സംഗമങ്ങൾക്കും പിന്നാലെ പോകുകയാണെന്ന് നിയമസഭയിൽ വിമർശിച്ച് പ്രതിപക്ഷം. ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ കുടിശ്ശിക നൽകാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നായിരുന്നു കുറ്റപ്പെടുത്തൽ. എന്നാൽ മുഴുവൻ കുടിശ്ശികയും ഉടൻ തീർക്കുമെന്നും പ്രതിപക്ഷത്തിന്റേത് മുതല കണ്ണീരാണെന്നും ധനമന്ത്രി മറുപടി നൽകി. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. സ്ഥിരം ട്രെയിനുകൾക്ക് താൽക്കാലിക സ്റ്റോപ്പുകളും സമയ പുനഃക്രമീകരണവും പ്രഖ്യാപിച്ചു. ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൌജന്യമെന്ന സ്റ്റിക്കർ നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങി സർക്കാർ. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ നേതാക്കളും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും നടത്തിയ ചർച്ചയിലാണ് സ്റ്റിക്കർ നിർബന്ധമാക്കില്ലെന്ന് തീരുമാനിച്ചത്. മീറ്റർ ഇടാതെ ഓടിയാൽ യാത്ര സൌജന്യമെന്ന സ്റ്റിക്കർ പതിക്കാനുള്ള ഉത്തരവ് സർക്കാർ പിൻവലിക്കും. ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി വെടിക്കെട്ട് നടത്തിയതിന് പിന്നാലെ മരട് ദേവി ക്ഷേത്രം വടക്കേ ചേരിവാരം ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിയമാനുസൃത അനുമതിയില്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത സ്ഫോടക വസ്തുക്കൾ വെടിക്കെട്ടിൽ ഉൾപ്പെടുത്തിയതിനാണ് കേസ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുഴുവൻ സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്താനൊരുങ്ങി NDA. ഇത് സംബന്ധിച്ച് സംസ്ഥാന ഘടകത്തിന് BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും നിർദ്ദേശമുണ്ട്. പരമാവധി സീറ്റുകളിൽ വിജയം നേടാനും ഇതിനായി മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും കൊച്ചിയിൽ ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. ലീഗിനെ പലരും മാടി വിളിക്കുകയാണെന്നും എന്നാൽ ലീഗിന് ലീഗിന്റേതായ സ്വപ്നങ്ങളുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗ് സ്ഥാപക ദിന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗില്ലാതെ ഇന്ത്യയ്ക്കും ഇന്ത്യയില്ലാതെ ലീഗിനും വളരാനാകില്ലെന്നും ന്യൂനപക്ഷ പിന്നാക്ക സമൂഹങ്ങളുടെ ഉന്നമനമാണ് മുസ്ലിം ലീഗിന്റെ സ്വപ്നമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൂട്ടിച്ചേർത്തു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തമിഴ്നാട്ടിലെ നിരത്തുകളിലേക്ക് പിങ്ക് ഓട്ടോകളെത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗുണഭോക്താക്കളായ വനിതകൾക്ക് ഓട്ടോകൾ കൈമാറി. നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ്. സംസ്ഥാന സാമൂഹിക ക്ഷേമ വനിതാ ശാക്തീകരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് 100 പിങ്ക് ഓട്ടോകൾ നിരത്തുകളിലേക്ക് ഇറക്കിയത്. രാജ്യത്ത് റെയിൽവേ നിയമത്തിൽ ഭേദഗതി ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന റെയിൽവേ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കി. ഇടത് MPമാരുടെ ഭേദഗതി തള്ളിക്കൊണ്ടാണ് ബില്ല് പാസാക്കിയത്. തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി സ്റ്റേഷന് പുറത്ത് പുതിയ കാത്തിരിപ്പ് കേന്ദ്രം തുറക്കാൻ ബില്ല് ശുപാർശ ചെയ്യുന്നുണ്ട്. ബീഹാറിൽ തനിഷ്ക് ജ്വല്ലറിയിൽ വൻ കവർച്ച. ഷോറൂമിൽ മുഖംമൂടി ധരിച്ച് അതിക്രമിച്ച് കയറിയ 6 അംഗ സംഘം ഉപഭോക്താക്കളെയും ജീവനക്കാരെയും തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി 25 കോടി രൂപയുടെ ആഭരണങ്ങളും പണവും കവർന്നു. അറ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഗോപാലിയ ചൌക്കിലുള്ള തനിഷ്ക് ബ്രാഞ്ചിലാണ് കവർച്ച നടന്നത്.
ഇന്നലെ രാവിലെ 10:30 ഷോറൂം തുറന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു സംഭവം. ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന്റെ ഭരണകാലത്ത് നടപ്പാക്കിയ മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വ്യാപക പരിശോധന. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗേലിന്റെയും മകൻ ചൈതന്യ ബാഗേലിന്റെയും വസതിയിലടക്കം 14 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. റെയ്ഡിന് പിന്നാലെ ചൈതന്യ ബാഗേലിനെ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകി. തന്റെയും കുടുംബാംഗങ്ങളുടെ അടക്കം വീടുകളിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ 33 ലക്ഷം രൂപ ഇഡി കൊണ്ടുപോയെന്നും കൃഷിയിൽ നിന്നടക്കമുള്ള വരുമാനമാണിതെന്നും ഭൂപേഷ് ബാഗേൽ പറഞ്ഞു. പണം സംബന്ധിച്ച കണക്ക് ഇഡിക്ക് നൽകുമെന്ന് പറഞ്ഞ ബാഗേൽ രാഷ്ട്രീയ പകപോക്കലാണ് നടക്കുന്നതെന്നും ആരോപിച്ചു. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം. ഭൂപേഷ് ബാഗേലിന്റെ മകനും മദ്യകുംഭകോണത്തിൽ പ്രതിയുമായ ചൈതന്യ ബാഗേലിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇവരുടെ ഭിലായിലെ വീട്ടിൽ ഇഡി പരിശോധനയ്ക്കെത്തിയത്. അതിനിടെ ഒരു സംഘം ആളുകൾ ഇഡി ഉദ്യോഗസ്ഥരെ വളയുകയും കൂട്ടമായി ആക്രമിക്കുകയുമായിരുന്നു. ഹോളി ദിനത്തിൽ മുസ്ലിങ്ങൾ വീടിന് പുറത്തിറങ്ങിപ്പോവരുതെന്ന ബീഹാറിലെ ബിജെപി എംഎൽഎ ഹരിഭൂഷൺ ഠാക്കൂർ ബജോലിന്റെ പ്രസ്താവനയ്ക്കെതിരായ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ്. ഈ സംസ്ഥാനം എംഎൽഎയുടെ അച്ഛന്റെ സ്വന്തമാണോ എന്ന് ചോദിച്ച തേജസ്വി യാദവ് എംഎൽഎയെ ശാസിക്കാനും മാപ്പ് പറയിക്കാനും മുഖ്യമന്ത്രി നിതീഷ് കുമാറിനോട് ആവശ്യപ്പെട്ടു. ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള മട്ടൻ കടകൾക്ക് മൽഹാർ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണ. ഹലാൽ സർട്ടിഫിക്കറ്റിന് തുല്യമാണ് മൽഹാർ സർട്ടിഫിക്കറ്റെന്നും എല്ലാ ജഡ്ക മട്ടൻ കടകളും പുതുതായി ആരംഭിച്ച മൽഹാർ സർട്ടിഫിക്കറ്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം ആരംഭിച്ചെന്നും ഇത്തരം കടകൾ ഹിന്ദുക്കൾ മാത്രമായി നടത്തുന്നതാണെന്ന് ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ഇന്നലെ മണിക്കൂറുകളോളം പണിമുടക്കി. ആപ്പ് പ്രവർത്തിക്കുന്നില്ലെന്ന് ആയിരക്കണക്കിന് ഉപഭോക്താക്കളാണ് പരാതിപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ. എക്സിനെതിരായി തുടർച്ചയായി ആഗോളതലത്തിൽ ആക്രമണം നടത്തുന്നെന്നും ഈ അതിക്രമത്തിന് പിന്നിൽ സംഘടിതമായ വലിയ ഏതെങ്കിലും ഗ്രൂപ്പോ അല്ലെങ്കിൽ രാജ്യമോ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഇലോൺ മസ്ക് കുറ്റപ്പെടുത്തി. യുഎസിലെ കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ച വിദ്യാർത്ഥി മഹമ്മൂദ് ഖലീലിനെ അറസ്റ്റ് ചെയ്തു. ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ പരിശോധനയും അറസ്റ്റും. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് കൊളംബിയ സർവകലാശാലയ്ക്കുള്ള $40 കോടി സഹായം ട്രംപ് കഴിഞ്ഞ ദിവസം മരവിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റുണ്ടായത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബൈഡന്റെ ഭരണകാലത്ത് കോടിക്കണക്കിന് ഡോളർ അമേരിക്കയിൽ നിന്ന് സ്വീകരിച്ചിട്ടും അതിന്റെ നന്ദി കാണിക്കാത്ത ആളാണ് സെലൻസ്കി എന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. 2027 ഏകദിന ലോകകപ്പിൽ കളിക്കുമെന്നോ ഇല്ലെന്നോ ഇപ്പോൾ പറയാനാവില്ലെന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ. ഈ നിമിഷം തന്റെ ശ്രദ്ധ മുഴുവൻ നന്നായി കളിക്കുന്നതിലാണെന്നും അത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ലെന്നും രോഹിത് പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.